നമസ്കാരം. ദേവാങ്കണം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാക്ഷാൽ പരമേശ്വരൻ്റെ 3 പുത്രന്മാരായ മഹാഗണപതി, സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പസ്വാമി എന്നിവരെ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ഭഗവാന്റെ 3 പുത്രിമാരുടെ കാര്യം അങ്ങനെ അധികം ആർക്കും അറിയാവുന്ന കാര്യമല്ല. സാക്ഷാൽ പരമേശ്വരൻ്റെ ഈ 3 പുത്രിമാരുടെ വിവരങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപായി വീഡിയോ കാണുന്ന എല്ലാവരും പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ കമൻ്റായി ടൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക. അശോകസുന്ദരി, ജാലമുഖി, മാനസാദേവി എന്നിവരാണ് പരമശിവൻ്റെ പുത്രിമാർ. ഈ 3 ദേവിമാരെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. അശോകസുന്ദരി ഗുജറാത്തിലും ഗുജറാത്തിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലുമാണ് അശോകസുന്ദരി ദേവിയെ ആരാധിക്കുന്നത്. പത്മപുരാണങ്ങളിലാണ് അശോകസുന്ദരിയുടെ ജനനത്തെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നത്. പാർവതി ദേവി ഒറ്റയ്ക്കായപ്പോൾ ഉണ്ടായ ഏകാന്തതയെ പരിഹരിക്കുന്നതിനായി സൃഷ്ടിച്ച ദേവിയാണ് അശോകസുന്ദരി എന്ന് പറയപ്പെടുന്നു. പാർവതി ദേവിയുടെ ദുഃഖം അകറ്റുവാൻ ജനിച്ചതിനാലാണ് അശോക എന്ന നാമം ലഭിച്ചത്. അതീവ സുന്ദരിയായതിനാൽ സുന്ദരി എന്ന പദവും പേരിനോടൊപ്പം ചേരുകയുണ്ടായി. ഗണപതി ഭഗവാന്റെ ശിരസ് പരമേശ്വരൻ വെട്ടിമാറ്റിയപ്പോൾ അത് കണ്ട് ഭയന്ന് അശോകസുന്ദരി ഉപ്പുചാക്കിന് പുറകിൽ ഒളിക്കുകയുണ്ടായി. പിന്നീട് പരമേശ്വരൻ തന്നെ ആ ഭയം ഇല്ലാതാക്കി കൊടുത്തു. ദേവിയെ ഉപ്പുമായി പുരാണങ്ങളിൽ ബന്ധപ്പെടുത്തുന്നതിന് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ജ്യോതി ദേവി അഥവാ ജാലമുഖി. തമിഴ്നാട് ഭാഗങ്ങളിലാണ് ജ്യോതി ദേവിയുടെ ക്ഷേത്രങ്ങൾ ഉള്ളത്. ജ്യോതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വെളിച്ചം എന്നാണ്. വെളിച്ചത്തിൻ്റെ ദേവതയായി ജ്യോതി ദേവിയെ കണക്കാക്കുന്നത്. ദേവിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് 2 വിശ്വാസങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ശിവ ഭഗവാന്റെ പ്രഭാവലയത്തിൽ നിന്നും ജനനം എടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാന്റെ കൃപയുടെ ആവിഷ്കരണമാണ് ജ്യോതി ദേവി എന്നും പറയുന്നു. രണ്ടാമതായി പറയുന്ന ഐതിഹ്യം പാർവതി ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നും ഉത്ഭവിച്ചതിനാലാണ് വടക്കേ ഇന്ത്യയിൽ ഈ ദേവിയെ ജാലമുഖി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി പറയുന്നത് മാനസാദേവി. സർപ്പങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കദ്രുവിൻ്റെ ശില്പത്തിൽ ഭഗവാൻ പരമേശ്വരൻ്റെ ബീജം സ്പർശിച്ചപ്പോൾ ജനിച്ച ദേവിയാണ് മാനസാദേവി. പാർവതി ദേവി മാനസാദേവിയെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. പെട്ടെന്ന് കോപം വരുന്ന ദേവിയാണ് മാനസാദേവി. പാലാഴി മദനവേളയിൽ കാളകൂട വിഷം സേവിച്ച പരമേശ്വരനെ രക്ഷിച്ചത് കർദുവും മാനസദേവിയും ചേർന്നാണ്. മാനസയെ കല്യാണം കഴിച്ചത് ജരത്സരുവാണ്. ദേവി ആഭരണമായി നാഗങ്ങളെ ധരിച്ചിരുന്നത് മൂലം ഭയം കാരണം ജരത്സരു മാനസയെ ഉപേക്ഷിച്ചു പോകുകയുണ്ടായി. അതിനാലാണ് ഗോപാകുലയായ ദേവിയായി മാറിയത്. ബംഗാളിലാണ് മാനസയെ കൂടുതലായും ആരാധിക്കുന്നത്. ദേവിക്ക് പ്രത്യേക വിഗ്രഹ രൂപമില്ല. കുടമോ മരത്തിൻ്റെ ശിലയോ നാഗങ്ങളുടെ രൂപമോ ആയാണ് ദേവിയെ ആരാധിക്കുന്നത്. സർപ്പദർശനമേൽക്കാതെ ദേവി രക്ഷിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നതിലൂടെ ചിക്കൻ ബോക്സ് മുതലായ പകർച്ചവ്യാധികൾ പിടിപെടില്ല എന്നാണ് വിശ്വാസം. സർപ്പങ്ങൾ കൂടുതലായും മഴക്കാലത്ത് പുറത്തിറങ്ങുന്നതിനാലാണ് ആ സമയങ്ങളിൽ മാനസദേവിയെ കൂടുതലായും ആരാധിക്കുന്നത്. അധികമാരും അറിയാതെ പോയ പരമേശ്വരൻ്റെ 3 പെൺമക്കളെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നമസ്കാരം.